ഹായ്, എൻ്റെ പേര് പൂജ. ഞാൻ കഴിഞ്ഞ May 24 CA ഫൈനലിലെ സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സായി. അത് വന്നു കഴിഞ്ഞ് ഒരു 1 വീക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ പഠിച്ചിട്ടില്ല, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേനും സെറ്റായി. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് തന്നെയാണ്. കാരണം നമുക്കത് മെയിൻ എക്സാം എഴുതുമ്പോൾ നമുക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇവിടെ എന്ന് പറയുമ്പോൾ അത്രയ്ക്കൊരു ഈസി ടെസ്റ്റ് പേപ്പേഴ്സ് അല്ല ഇടുന്നത്, അത്യാവശ്യം പ്രയാസമുള്ള രീതിക്കുള്ള ടെസ്റ്റ് പേപ്പേഴ്സ് ആണ് ഇടുന്നത്. അതപ്പോൾ നമുക്ക് ഫൈനലിന്റെ എക്സാമിന് നമുക്ക് ചെല്ലുമ്പോൾ അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. കാരണം ഇവിടുന്ന് ഒരു ടഫ് പേപ്പർ കണ്ടിട്ട് അവിടെ ചെല്ലുമ്പോൾ ടഫ് പേപ്പർ കാണുമ്പോൾ നമുക്ക് അത്രയും ഒരു പ്രഷർ വരുന്നില്ല. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മോക്ക് ടെസ്റ്റ് പേപ്പർ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ മാർക്കും എവിടേക്കാണ് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ പോരായ്മകൾ എന്നുള്ളത് ഈ ടെസ്റ്റ് പേപ്പർ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എലിസബത്ത് പറഞ്ഞു തരും, അതിനനുസരിച്ച് ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഇവിടെ പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഷെഡ്യൂൾസ് ആണ്. ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഷെഡ്യൂൾസ് ആണ്, ഓരോരുത്തരുടെ കാലിബർ വെച്ചിട്ട്. അല്ലെങ്കിൽ അവർക്ക് ഞാൻ മെയിൻ ആയിട്ടും നൈറ്റ് ഇരുന്ന് പഠിക്കുന്ന ഒരാളാണ്. ഇവിടെ ടൈം റെസ്ട്രിക്ഷൻ ഇല്ല എന്നൊരു കാരണത്താൽ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് എക്സാം സെന്റർ ഇവിടെ അടുത്ത് തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹാപ്പിഹാർട്ടിൽ നിന്ന് പോയി വന്നിട്ടാണ് ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. പോകുന്ന സമയത്താണെങ്കിലും ഇവിടുന്ന് എലിസബത്ത് നല്ല രീതിക്കുള്ള മോട്ടിവേഷനും കോൺഫിഡൻസും ഒക്കെ തന്നിട്ടാണ് നമ്മൾ എക്സാമിന് പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഹാപ്പിഹാർട്ടിലേക്ക് വരാൻ തീരുമാനിച്ചത് ഒരു ബെസ്റ്റ് ഡിസിഷൻ ആയിട്ട് ഞാൻ കരുതുന്നു. താങ്ക്സ് ടു ഹാപ്പിഹാർട്ടിൽ.